കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ 10ാം ക്ലാസ്സുകാരുടെ നില അതീവ ഗുരുതരം. പാലോറക്കുന്ന് സ്വദേശി മുഹമ്മദ് ഷഹബാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ്. ട്യൂഷൻ സെന്ററിലെ ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ്സുകാരുടെ യാത്രയയപ്പ് പരിപാടിയിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ ഡാൻസിനിടെ മൊബൈൽ ഫോൺ ഓഫായി. പിന്നാലെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ കൂകി വിളിച്ചതാണ് സംഭവത്തിന് തുടക്കം. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ വാക്കേറ്റം അധ്യാപകർ ഇടപെട്ട് പരിഹരിച്ചു. എന്നാൽ പിന്നീട് MJ സ്കൂളിലെ വിദ്യാർത്ഥികൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും താമരശ്ശേരി സ്കൂളിലെ കുട്ടികൾക്ക് തിരിച്ചടി നൽകാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് വ്യാഴാഴ്ച വൈകിട്ട് ട്യൂഷൻ സെന്ററിന് സമീപത്ത് വെച്ചായിരുന്നു സംഘർഷം. പെട്ടെന്ന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം അടികൂടുന്നത് കണ്ട് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങളെല്ലാവരും ഇറങ്ങിങ്ങാൻ പിടിച്ചു മാറ്റി. അവിടുന്ന് കുറച്ച് അടികൂടി, പിന്നെ ഇങ്ങനെ അടികൂടി പുറത്തേക്ക് ഇറങ്ങി. പുറത്തുനിന്ന് അവിടുന്ന് അടികൂടി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഭാഗത്തേക്ക് മാറിഞ്ഞ് വീണ്ടും അടി തന്നെയായിരുന്നു. ഏറ്റുമുട്ടലിൽ MJ സ്കൂളിലെ വിദ്യാർത്ഥിയും താമരശ്ശേരി ചുങ്കം പാലോറക്കുന്ന് ഇഖ്ബാലിന്റെ മകനുമായ മുഹമ്മദ് ഷഹബാസിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. മകനെ മർദ്ദിച്ചതിൽ ക്വട്ടേഷൻ സംഘവുമുണ്ടെന്ന് സംശയിക്കുന്നതായി പിതാവ്. അത് അവൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പോയതാ താമരശ്ശേരിക്ക്. പിന്നെ തിരിച്ച് വേറൊരു ഫ്രണ്ട്സാണ് ഇങ്ങോട്ട് ഇറക്കി കൊടുക്കുന്നത്. ഗൂഢാലോചനപരമായിട്ടാണ് ഇത് ചെയ്തതെന്നുള്ള കണ്ടെടുത്ത കടകൾ അവിടുന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. തലച്ചോറിന് 70% ക്ഷതമേറ്റ കുട്ടി കോമയിലാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ചികിത്സ തുടരുന്നത്. സംഭവത്തിൽ 5 വിദ്യാർത്ഥികളെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. 24 കോഴിക്കോട്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും SUCIയും എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇതിനിടെ സമരസമിതി നേതാവ് S മിനിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി CATU സംസ്ഥാന വൈസ് പ്രസിഡന്റ് PB ഹർഷകുമാർ രംഗത്തെത്തി. CPIM സംസ്ഥാന സെക്രട്ടറി ഈ പരാമർശം തള്ളിയെങ്കിലും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് PB ഹർഷകുമാർ. അവരെ നമ്മൾ കേരളത്തിലെമ്പാടും കാണുന്നത് KSRTC ബസ് സ്റ്റാൻഡുകളുടെ മുമ്പിൽ, റെയിൽവേ സ്റ്റേഷനുകളുടെ മുമ്പിൽ പാട്ടകിലിക്ക് പിരിവ് നടത്തുന്ന രംഗങ്ങളിൽ മാത്രമാണ് അവരെ കണ്ടിട്ടുള്ളത്. അതിന്റെ നേതാവ് ഒരു മിനി എന്ന് പറഞ്ഞ ഒരു സാംക്രമിക രോഗം പരത്തുന്ന ഒരു കീടമുണ്ട്. ഇപ്പോ ഈ സമരത്തിന്റെ പേര് പറഞ്ഞ് തിരുവനന്തപുരത്ത് കുറെ ദിവസമായി വന്ന് അവിടെ അതിന്റെ ചാപ്പാടിച്ചവിടെ കിടക്കുകയാണ് ഈ മിനി. പത്തനംതിട്ടയിലായിരുന്നു CITU നേതാവ് PB ഹർഷകുമാറിന്റെ ഈ അധിക്ഷേപ പരാമർശത്തെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളി. അപ്പോൾ അതിന്റെ അകത്ത് ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണോ? നല്ല പദം ഉപയോഗിക്കുന്നതാലോ എന്തിനാ വിമർശിക്കാൻ? മോശമായ പദം ഉപയോഗിക്കുന്നത്, നല്ല പദം ഉപയോഗിക്കുക. എന്നാൽ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CITU നേതാവ്. ഞാൻ ആ പരാമർശത്തെ ഒരിക്കലും ഒരു സ്ത്രീയെ നെഗറ്റീവായി പറഞ്ഞതല്ല. ഈ സ്ത്രീ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയാണ്, അവരുടെ ഈ രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയില്ലായ്മ ഞാൻ ചൂണ്ടിക്കാട്ടിയത്. സമരത്തിൽ രാഷ്ട്രീയ ഇടപെടൽ നടത്താൻ ചിലർ ശ്രമിക്കുന്നെന്ന് MV ഗോവിന്ദന്റെ ആരോപണം. അതിൽ SDPI ഉണ്ട്, അതിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, അതിൽ SUCI ഉണ്ട്, അതിൽ ഈ പറയുന്ന രീതിയിലുള്ള അരാജകവാദികളായ നിരവധി ആളുകളുണ്ട്. അതിനോട് ഞങ്ങൾക്ക് ശക്തിയായ വിയോജിപ്പുണ്ട്. അതേസമയം ആശാ വർക്കേഴ്സിന്റെ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ തടഞ്ഞുവച്ചിരിക്കുന്നുവെന്ന് ആരോപിച്ച് CITU മാർച്ച് നടത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപകൽ സമരം പ്രഹസനമാണെന്നും CITU ആരോപിച്ചു. CITU സമരത്തിന് ആശാ വർക്കേഴ്സിനൊപ്പം അംഗൻവാടി ജീവനക്കാരെയും എത്തിച്ചു. CITU നടത്തുന്ന സമരത്തെ അനുകൂലിക്കുന്നില്ലെന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് പറഞ്ഞു. സമരം 19 ദിവസം പിന്നിട്ടു. 24 തിരുവനന്തപുരം. KPCC അധ്യക്ഷ സ്ഥാനത്ത് മാറ്റമുണ്ടായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ഡൽഹിയിൽ നിർണായക കൂടിക്കാഴ്ചകൾ. AICC നേതൃത്വം വിളിച്ച യോഗത്തിന് മുൻപ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന അടൂർ പ്രകാശും ബെന്നി ബെഹനാനും ആന്റണിയും രമേശ് ചെന്നിത്തലയുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി. അധ്യക്ഷൻ മാറുമോ എന്ന ചോദ്യത്തോട് ക്ഷുഭിതനായാണ് K സുധാകരൻ പ്രതികരിച്ചത്. വിവാദങ്ങളും അതൃപ്തികളും തുടരുന്നതിനിടെ AICC വിളിച്ച നിർണായക യോഗത്തിനാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഡൽഹിയിലെത്തിയത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കും ചർച്ചകൾക്കുമിടെ നിർണായക കൂടിക്കാഴ്ചകളാണ് ഡൽഹി കേരള ഹൌസിൽ. അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന അടൂർ പ്രകാശും ബെന്നി ബെഹനാനും ആന്റണിയും രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് അടൂർ പ്രകാശ്. എല്ലാ കാലത്തും രമേശ് ചെന്നിത്തല പിന്തുണച്ചിട്ടുണ്ടെന്ന് ബെന്നി ബെഹനാൻ. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുമോ എന്ന ചോദ്യത്തിന് K സുധാകരന്റെ മറുപടി ഇങ്ങനെ: എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ K സുധാകരൻ പാർട്ടിയെ നയിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു, ഇന്നലെയും പറഞ്ഞു,
അങ്ങനെ ഒരു ചർച്ചയും കേരളത്തിൽ നടക്കുന്നില്ല. ദേശീയ തലത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ സംഘടനാപരമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേശീയ പാർട്ടി എന്ന നിലയിൽ ഇവിടെയാണ് തീരുമാനിക്കാൻ. അവിടെ പ്രധാനപ്പെട്ട ആളുകളോട് സംസാരിച്ച് ഉചിതമായ സമയത്ത് അവർ ഉചിതമായ തീരുമാനമെടുക്കും. കെ സുധാകരനെ മാറ്റുന്നതിനെ അനുകൂലിച്ച് KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ AICC അധ്യക്ഷന് കത്ത് നൽകി. സുധാകരനുള്ള പിന്തുണ കെ മുരളീധരൻ ഇന്നും ആവർത്തിച്ചു. 24 ഡൽഹി. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ AICC നേതൃത്വം വിളിച്ച കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. AICC ആസ്ഥാനമായ ഇന്ദിരാഭവനിലെ യോഗത്തിൽ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിലെ വിവാദങ്ങളും അതൃപ്തികളും യോഗത്തിൽ ചർച്ചയാകും. AICC ആസ്ഥാനമായ ഡൽഹിയിലെ ഇന്ദിരാഭവനിൽ നിന്ന് വിനീത VG വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. വിനീത, ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കം അതുമാത്രമാണോ ഏക അജണ്ട? ഉന്മേഷ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ദിരാഭവന് മുൻപിലാണ്. കൃത്യം 4:30 തന്നെ ഈ യോഗം ആരംഭിച്ചു. ഇപ്പോഴും യോഗം പുരോഗമിക്കുകയാണ്. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നേതാക്കൾ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോഴും മറ്റ് വിഷയങ്ങളും ഇന്ന് ചർച്ചയ്ക്ക് ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരു നിർണായക തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ ഇന്ന് ഈ യോഗത്തിന് ശേഷം നേതാക്കൾ എത്തിയേക്കും. ഒരു ഔദ്യോഗിക യോഗം എന്ന നിലയിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന AICC ആസ്ഥാനമായ ഇന്ദിരാഭവനുള്ളിൽ നടക്കുന്ന യോഗത്തിൽ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്തത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ 6 മാസം മുൻപെങ്കിലും പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നടക്കമുള്ള സാധ്യതകൾ കൂടി തേടുകയാണ് നേതാക്കൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതേസമയം ഈ ഔദ്യോഗിക ചർച്ചകൾക്ക് പുറമെ ഇന്ന് കേരള ഹൗസിൽ നടന്ന ചില അനൗദ്യോഗിക ചർച്ചകളും തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങൾ, കെ സുധാകരൻ മാറിയേക്കും ഉൾപ്പെടെയുള്ള അഭ്യൂഹങ്ങൾ കൂടി, സൂചനകൾ കൂടി നിലനിൽക്കുന്നതിനിടെയാണ് രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായൊക്കെ തന്നെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ തന്നെ സുധാകരന്റെ പകരക്കാരനായി ആര് എത്തുമെന്നുള്ള ചോദ്യങ്ങൾക്ക് സാധ്യതാ പട്ടികയിലുള്ള നേതാക്കൾ തന്നെയാണ് ബെന്നി ബെഹനാനും അടൂർ പ്രകാശും. ഒരുപക്ഷെ ഈഴവ സമുദായത്തിൽ നിന്നുള്ളൊരു നേതാവ് ഇനി സംസ്ഥാന നേതൃത്വത്തെ നയിക്കാൻ മുന്നോട്ട് വരട്ടെ എന്ന് നേതാക്കൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അടൂർ പ്രകാശിന് തന്നെയാണ് സാധ്യത. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ DCC തലങ്ങളിലേക്കടക്കം അത്തരം മാറ്റം പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ മാർച്ചോടുകൂടി തന്നെ ആ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ തന്നെയായിരിക്കും മറ്റ് തുടർ നീക്കങ്ങളും ഉണ്ടാവുക. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ തന്നെ ഇന്ന് കേരള ഹൗസിൽ നടന്നിട്ടുണ്ടായിരുന്നു. നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തിയത് ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത നിർണായക യോഗത്തിൽ പങ്കെടുക്കാനാണ് എങ്കിൽ പോലും മറ്റു ചില അനൗദ്യോഗിക ചർച്ചകൾ കൂടി കേരള ഹൗസ് വേദിയായിരുന്നു. അതിന് പിന്നാലെയാണ് നേതാക്കൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഇന്ദിരാ ഭവനിലേക്ക് എത്തി ഇവിടെ ചർച്ചയ്ക്ക് പങ്കെടുത്തത്. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ ആ ചർച്ചകളകത്ത് പുരോഗമിക്കുകയാണ്. ശശി തരൂരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ യോഗത്തിന് ശേഷം എന്ത് നിർണായക തീരുമാനങ്ങളാണ് എടുത്തതെന്നുള്ള കാര്യങ്ങളിൽ നമുക്ക് കുറെ കൂടി വ്യക്തത ലഭിക്കും. വിനീത VG ആണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. NCP സംസ്ഥാന അധ്യക്ഷനായി തോമസ് കെ തോമസിനെ ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചു. PM സുരേഷ് ബാബു, PK രാജൻ എന്നിവരാണ് വർക്കിംഗ് പ്രസിഡന്റുമാർ. PC ചാക്കോയുടെ രാജിക്ക് പിന്നാലെയാണ് പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുത്തത്. തോമസ് കെ തോമസിനെ പിന്തുണച്ച് 14 ജില്ലാ പ്രസിഡന്റുമാർ ദേശീയ ജനറൽ സെക്രട്ടറി ജിതേന്ദ്ര അവധിന് കത്തയച്ചിരുന്നു. കോൺഗ്രസിൽ നിന്നെത്തിയ PM സുരേഷ് ബാബുവിനെ അധ്യക്ഷനാക്കണം എന്നായിരുന്നു PC ചാക്കോയുടെ നിർദ്ദേശം. എന്നാൽ AK ശശീന്ദ്രൻ പക്ഷം അനുകൂലിച്ചില്ല. ഉത്തരാഖണ്ഡിലുണ്ടായ വൻ മഞ്ഞിടിച്ചിലിൽ 41 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നു. 16 പേരെ രക്ഷപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. സൈന്യം രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ബദ്രിനാഥിന് സമീപം ചമോലി ജില്ലയിൽ ഇൻഡോ ടിബറ്റൻ അതിർത്തിയോട് ചേർന്നുള്ള മന ഗ്രാമത്തിലാണ് വൻ മഞ്ഞിടിച്ചിലുണ്ടായത്. റോഡ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ 57 കരാർ തൊഴിലാളികൾ മഞ്ഞിനടിയിൽ അകപ്പെട്ടു. സംസ്ഥാന ദുരന്ത നിവാരണ സേന, ദേശീയ ദുരന്ത നിവാരണ സേന, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കനത്ത മഞ്ഞുവീഴ്ച രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുന്നതായി BRO എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CR മീണ അറിയിച്ചു. സാറ്റലൈറ്റ് ഫോണുകൾ പോലും പ്രവർത്തിക്കാത്തത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നതായി സൈന്യം അറിയിച്ചു. അതേസമയം ഉത്തരാഖണ്ഡിൽ ഉൾപ്പെടെ അതിശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പരിഗണിച്ച് മേഖലയിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 ഡൽഹി. 1650 കോടിയുടെ ലോൺ ആപ്പ് തട്ടിപ്പിന് പിന്നിൽ ചൈനീസ് സംഘങ്ങളെന്ന ED. സിംഗപ്പൂർ വഴി ഇടപാടുകൾ നിയന്ത്രിക്കുന്നത് ചൈനീസ് തട്ടിപ്പുകാർ. ചൈനീസ് പൗരന്മാരുടെ വിവരങ്ങൾ ED ശേഖരിച്ചു. വിശദാംശങ്ങളുമായി S ശ്രീകാന്ത് ഉണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ?
ഉന്മേഷ്, ഏറ്റവും സുപ്രധാനമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ വിവരം ചൈനീസ് പൗരന്മാർക്ക് ഈ തട്ടിപ്പുകളിലൊക്കെ തന്നെ ബന്ധമുണ്ട് എന്നുള്ളതായിരുന്നു. എന്നാൽ ഇതിപ്പോൾ സംശയാതീതമായി തെളിയിച്ചിരിക്കുന്നു. അതായത് മലയാളി ബന്ധമുള്ള 1650 കോടിയുടെ തട്ടിപ്പിൽ, ഈ ലോൺ ആപ്പ് തട്ടിപ്പിൽ ഇപ്പോൾ ചൈനീസ് ബന്ധം കണ്ടെത്തിയിരിക്കുന്നു. ചൈനീസ് പൗരന്മാർ സിംഗപ്പൂർ കേന്ദ്രീകരിച്ച് നിന്ന് ഈ തട്ടിപ്പ് നടത്തുന്നു എന്നുള്ളതാണ് നിലവിലിപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ലോൺ ആപ്പ് തട്ടിപ്പാണ് ഇത് നടന്നത് എന്നാണ് പറയുന്നത്. ഒപ്പം നേരത്തെ 26 അക്കൗണ്ടുകളാണ് ഇതിനുവേണ്ടി, ക്രിപ്റ്റോ അക്കൗണ്ടുകളാണ് ഇവർ ഈ തട്ടിപ്പിന് ഉപയോഗിച്ചത് എന്നാണ് ഇ ഡി കണ്ടെത്തിയതെങ്കിൽ അതിപ്പോൾ 95 അക്കൗണ്ടുകളായി ഉയർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ഏറ്റവും സുപ്രധാനമായ കാര്യം, ഇത്തരം തട്ടിപ്പുകൾക്ക് തലവയ്ക്കരുത് എന്ന നിർദ്ദേശം കൂടി ഇ ഡി നൽകുന്നു. ശരി, എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇപ്പോൾ ഒരു വാർത്ത പാലക്കാട് നിന്ന് വരുന്നുണ്ട്. പാലക്കാട് ചിറ്റൂരിൽ കള്ളിൽ കഫ്സിറപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഈ സംഭവത്തിൽ 2 കള്ള് ഷാപ്പുകളുടെ ലൈസൻസ് എക്സൈസ് വകുപ്പ് റദ്ദാക്കി എന്നുള്ള വാർത്ത ഇപ്പോൾ സമീർ ബിൻ കരീം അറിയിക്കുന്നുണ്ട്. CPI മുൻ ബ്രാഞ്ച് സെക്രട്ടറി ശിവരാജനാണ് ഷാപ്പുകളുടെ ലൈസൻസി എന്നതാണ് ആ വാർത്ത. നാടിനെ നടുക്കിയ ക്രൂരത പോലീസിനോട് വിശദീകരിച്ച് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ പെൺസുഹൃത്ത് ഫർസാനെയും സഹോദരൻ അഫ്സാനെയും കൊലപ്പെടുത്തും മുൻപ് മറ്റു കൊലപാതകങ്ങളുടെ വിവരങ്ങൾ ഇവരെ അറിയിച്ചിരുന്നു എന്നാണ് മൊഴി. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ഫർസാന കരഞ്ഞു ചോദിച്ചപ്പോഴാണ് അഫാൻ ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തിയത്. സൽമാ ബീവിയെയും സാജിദയെയും കൊലപ്പെടുത്താനുള്ള കാരണങ്ങളും അഫാൻ പോലീസിനോട് പറഞ്ഞു. എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്നും കൊലപാതകത്തിന് പ്രകോപനം എന്തെന്നും പോലീസിനോട് പ്രതി അഫാൻ വിശദീകരിച്ചു. മാതാവ് ഷെമിയ ആക്രമിച്ചതും സൽമാ ബീവി, ലത്തീഫ്, ഭാര്യ സാജിദ ബീവി എന്നിവരെ കൊലപ്പെടുത്തിയതും വീട്ടിലെത്തിയ ഫർസാനയോട് അഫാൻ പറഞ്ഞു. ഫർസാനയെ കൊലപ്പെടുത്തും മുൻപ് സാമ്പത്തിക ബാധ്യതയും ഫർസാനയെ അറിയിച്ചു. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് കരഞ്ഞുകൊണ്ട് ഫർസാന ചോദിച്ചതിനു പിന്നാലെ ചുറ്റിക കൊണ്ട് ക്രൂരമായി അടിച്ചു വീഴ്ത്തി. കൊലപ്പെടുത്തും മുൻപ് സഹോദരൻ അഫ്സാനോടും ഇക്കാര്യങ്ങൾ പറഞ്ഞു. ഇരുവരെയും കൊലപ്പെടുത്താനുള്ള ധൈര്യം ലഭിക്കാനാണ് മദ്യപിച്ചതെന്നും പോലീസിന് അഫാന്റെ മൊഴി. കടബാധ്യതയ്ക്ക് കാരണം അമ്മയാണെന്ന് നിരന്തരം കുറ്റപ്പെടുത്തിയതാണ് സൽമാ ബീവിയെ കൊലപ്പെടുത്താനുള്ള കാരണം. പുതിയ ബൈക്ക് വാങ്ങിയതിൽ ഉൾപ്പെടെ തന്നെ നിരന്തരമായി കുറ്റപ്പെടുത്തിയതാണ് ലത്തീഫിനോടുള്ള വൈരാഗ്യം. ലത്തീഫിന്റെ ഭാര്യ ഷാജിദ ബീവിയെ കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യമുണ്ടായിരുന്നില്ല. ലത്തീഫിന്റെ കൊലപാതക വിവരം പുറത്തു പറഞ്ഞാൽ തുടർ കൊലപാതകങ്ങൾ തടസ്സപ്പെട്ടാലോ എന്ന് കരുതി സാജിദയെയും കൊലപ്പെടുത്തി. ഇതാണ് പാങ്ങോട് പോലീസിന് അഫാൻ നൽകിയ മൊഴി. എന്നാൽ അന്വേഷണ സംഘം ഈ മൊഴികൾ പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. ഉച്ചവരെ മകൻ കൊലപ്പെടുത്തിയതിന്റെ നൊമ്പരം താങ്ങാനാകാതെ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം നാട്ടിൽ. പ്രിയപ്പെട്ടവരുടെ കബറിടത്തിൽ മനമുരുകി അബ്ദുൾ റഹീം പൊട്ടിക്കരഞ്ഞു. ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഭാര്യ ഷെമിയെയും കണ്ടു. വാക്കുകളാൽ വിവരിക്കാൻ കഴിയുന്നതിനും അപ്പുറം വൈകാരികതയിലായിരുന്നു അബ്ദുൾ റഹീം. സ്വന്തം മകൻ ക്രൂരമായി കൊന്നുതള്ളിയ ഇളയ മകൻ അഫ്സാൻ, ഉമ്മ സൽമാ ബീവി, സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാജിദ ബീവി, 4 പേരുടെയും കബറിടത്തിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. താഴെപ്പങ്ങോട് കുടുംബ വീട്ടിലെത്തിയ ശേഷമാണ് പള്ളിയിലെ കബറിടത്തിൽ അബ്ദുൾ റഹീം വന്നത്. രാവിലെ ദമാമിൽ നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിലെത്തിയ ശേഷം ആദ്യം ശ്രീഗോകുലം മെഡിക്കൽ കോളേജിലെത്തി ഭാര്യ ഷെമിയെ കണ്ടു. കട്ടിലിൽ നിന്ന് വീണു പരിക്കേറ്റതാണെന്ന് പറഞ്ഞ ഷെമി മക്കളെക്കുറിച്ചും അബ്ദുൾ റഹീമിനോട് ചോദിച്ചു. റഹീമിന്റെ കൂടെ കയറി കാണാൻ കഴിഞ്ഞു. കണ്ടപ്പോഴത്തേക്ക് റഹീമിനെ തിരിച്ചറിയുകയും കയ്യിൽ പിടിക്കുകയും ചെയ്തു. അവർ റിക്കവർ ചെയ്ത് വരും, കുഴപ്പമില്ല, അവർ റിക്കവറായി വരും. സംസാരിക്കുന്ന വ്യക്തമായി തിരിഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും. അത് റഹീമിനെ മനസ്സിലാവുന്നുണ്ട്. റഹീം അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് 7 വർഷമായി നാട്ടിൽ വരാനാകാതെ ദമാമിൽ കഴിയുകയായിരുന്നു അബ്ദുൾ റഹീം. സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിലാണ് റഹീമിന് തിരികെ നാട്ടിലേക്ക് വരാൻ വഴി തുറന്നത്. 24 തിരുവനന്തപുരം. പാലക്കാട് ചിറ്റൂരിൽ കള്ളിൽ കഫ്സിറപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയ സംഭവത്തിൽ ഷാപ്പുകളുടെ ലൈസൻസ് റദ്ദാക്കി. കുറ്റിപ്പള്ളത്തെ 2 ഷാപ്പുകളുടെ ലൈസൻസാണ് എക്സൈസ് വകുപ്പ് റദ്ദാക്കിയത്. സമീർ ബിൻ കരീമുണ്ട് വിശദാംശങ്ങളുമായി. സമീർ, വിവരങ്ങൾ.
ഉന്മേഷ ഷാപ്പുകളിലെ കള്ളിൽ അതിൻ്റെ ഈ ചുമ മരുന്നിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് എക്സൈസ് നടപടിയെടുത്തിരിക്കുന്നത്. ഈ CPM-ന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ശിവരാജൻ ലൈസൻസിയായ 2 കള്ളു ഷാപ്പുകളുടെ ലൈസൻസാണ് നിലവിൽ എക്സൈസ് റദ്ദാക്കിയിരിക്കുന്നത്. അത് ചിറ്റൂർ റേഞ്ചിലെ 9ാം ഗ്രൂപ്പിൽ കുറ്റിപ്പള്ളം, അതോടൊപ്പം തന്നെ വണ്ണാമട എന്നീ കള്ളു ഷാപ്പുകളുടെ ലൈസൻസാണ് റദ്ദാക്കിയത്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് ഇവിടെ നിന്നും ശേഖരിച്ച സാമ്പിളുകളിൽ ചുമമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഈ കള്ളിന്റെ വീര്യം വർദ്ധിപ്പിക്കാനായാണ് ഇത്തരം മരുന്ന് ചേർക്കുന്നത് എന്നായിരുന്നു എക്സൈസിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ച അടിസ്ഥാനത്തിലാണ് നിലവിൽ എക്സൈസ് കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ചട്ടവിരുദ്ധമാണ് ഇത്തരം പ്രവർത്തനം എന്നുള്ളതാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടി. അതോടൊപ്പം തന്നെ ഇന്ന് ഇത് രാഷ്ട്രീയമായി ആയുധമാക്കുന്ന ഒരു സാഹചര്യം കൂടി ഇന്ന് ചിറ്റൂരിൽ കാണാനിടയായി. യൂത്ത് കോൺഗ്രസ് ഈ കള്ളുഷാപ്പിലേക്ക് അടക്കം പ്രതിഷേധ മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഉന്മേഷ്. സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. അന്തരിച്ച CPI എറണാകുളം ജില്ലാ സെക്രട്ടറിയും MLA-യുമായിരുന്ന P. രാജുവിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കുടുംബം എതിർപ്പറിയിച്ചതിനെ തുടർന്ന് സംസ്കാര ചടങ്ങിൽ നിന്ന് CPI ജില്ലാ സെക്രട്ടറിയും ചില സംസ്ഥാന കൗൺസിൽ അംഗങ്ങളും വിട്ടുനിന്നു. വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. K. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്ന് നടപ്പിലാക്കുന്ന ഭവന പദ്ധതിയിലെ 2ാമത്തെ വീടിന്റെ താക്കോൽ കൈമാറി. കൂടരഞ്ഞി സ്വദേശി ഖദീജയ്ക്ക് വീടിന്റെ താക്കോൽ 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് കൈമാറി. സ്വന്തമായ ഒരു വീട്, ആ സ്വപ്നം ഖദീജയ്ക്കും മകൾക്കും യാഥാർത്ഥ്യമായി. 18 വർഷമായി മകളുമൊത്ത് വാടക വീട്ടിലായിരുന്നു ഇവർ. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. 18 വർഷമായി ഞാൻ വാടകയ്ക്ക് ഇരിക്കുന്നു. അപ്പോൾ ഒരു വീടുണ്ടാക്കി തരിക എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷം തന്നെയാണ്. ഇത് ഉണ്ടാക്കി തന്ന ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനോടും 24 കണക്റ്റിനോടും എനിക്ക് അതിയായ നന്ദിയുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. 100 വീടുകളാണ് K. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്ന് നിർമ്മിച്ചു നൽകുന്നത്. ഇതിൽ 2ാമത്തെ വീടാണ് ഖദീജയുടേത്. വീടിന്റെ താക്കോൽദാനം 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് നിർവഹിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതീകാത്മകമായിട്ട് തന്നെ ഒരുപാട് ഖദീജമാർക്ക് ഇങ്ങനെയുള്ള സഹായം കിട്ടട്ടെ. കാരണം സർക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ നമ്മൾ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ മാധ്യമ സ്ഥാപനങ്ങളൊക്കെ രംഗത്ത് വരേണ്ടത്. കാരണം ഒരു വീടെന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. ഒരു സ്വപ്ന പദ്ധതി എന്ന നിലയിലാണ് 24 ഫ്ലവേഴ്സും ഈ യജ്ഞം ഏറ്റെടുത്തത്. ഏറ്റവും അർഹതപ്പെട്ട ആൾക്കു തന്നെയാണ് വീട് ലഭിച്ചതെന്ന് കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ്. ജീവകാരുണ്യത്തിന്റെ ഉദാത്ത മാതൃക കേവലം ഇവിടെ മാധ്യമ പ്രവർത്തനം മാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ഒരു കാൽവെപ്പ് എന്നുള്ളത് 24-നെ സംബന്ധിച്ചും പ്രത്യേകിച്ചും ഈ നാട് തെരഞ്ഞെടുത്ത 24-നോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ആദ്യ വീടിന്റെ താക്കോൽദാനം കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്നിരുന്നു. മറ്റിടങ്ങളിലെ വീടുകളുടെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ്. 24 കോഴിക്കോട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇനി ഇന്നത്തെ സ്വർണ്ണവില കൂടി. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണ